ഒരു ബേക്കറിയിൽ പതിവായി വന്ന് പഴയ റൊട്ടി വാങ്ങുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്നും ഈ പഴയ റൊട്ടി അയാൾ എന്തിനാണ് വാങ്ങുന്നതെന്ന് ബേക്കറി ഉടമയായ സ്ത്രീ വിചാരിച്ചു. സാമ്പത്തിക ഞെരുക്കം നിമിത്തമായിരിക്കാം എന്ന് കരുതി അവർക്ക് അയാളോട് അലിവ് തോന്നി. ഒരു ദിവസം അയാൾക്കുള്ള റൊട്ടിയിൽ നല്ല പുതിയ വെണ്ണ പുരട്ടി അവർ കൊടുത്തയച്ചു. ആ റൊട്ടി കഴിക്കുമ്പോൾ അയാൾ സന്തോഷിക്കുമായിരിക്കുമെന്ന് കരുതി ബേക്കറി ഉടമ സ്വയം സന്തോഷിച്ചു. എന്നാൽ പെട്ടെന്ന് അയാൾ ബേക്കറിയിലെത്തി വളരെ ക്രുദ്ധഭാവത്തിൽ ദേഷ്യത്തോടെ "നിങ്ങൾ എൻ്റെ ജീവിതം തകർത്തു" എന്ന് പറഞ്ഞ് ആക്രോശിച്ചു. കൂടെ മറ്റൊരു മനുഷ്യനും ഉണ്ടായിരുന്നു. അയാൾ ബേക്കറി ഉടമയായ ആ സ്ത്രീയോട് പറഞ്ഞു, "ഇദ്ദേഹം ഒരു ആർക്കിടെക്റ്റ് ആണ്. വലിയ പ്ലാനുകൾ വരയ്ക്കുമ്പോൾ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച ശേഷമാണ് പ്രധാന കോപ്പികൾ ഉണ്ടാക്കുന്നത്. പെൻസിൽ കൊണ്ടുള്ള വരകൾ മായ്ക്കുന്നതിന് റബ്ബറിനേക്കാൾ നല്ലത് ഈ പഴയ റൊട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് ബ്രെഡിൽ നിങ്ങൾ ബട്ടർ പുരട്ടിയതിനാൽ ആ പ്ലാനും പേപ്പറും നഷ്ടമായിപ്പോയി." അതുകൊണ്ടാണ് അയാൾ ക്രുദ്ധനായത്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ തോന്നുന്ന സഹതാപവും സഹായവും പലപ്പോഴും മറ്റുള്ളവർക്ക് ഉപദ്രവമായി തീരുവാനിടയുണ്ട്. ആർക്കെന്ത് സഹായമാണ് ആവശ്യമെന്ന് സഹായിക്കുന്നതിന് മുൻപേ നാം അറിയേണ്ടതല്ലേ? സഹായിക്കുന്നത് നമ്മുടെ തൃപ്തിക്ക് വേണ്ടിയാവരുത്, മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയാവണം. മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മുടെ സൗഭാഗ്യത്തിന് കാരണമാകുമെന്ന് മിക്ക ആളുകളും വിശ്വസിക്കുന്നു. ആ വിശ്വാസം പൂർണ്ണമായും തെറ്റല്ലതാനും. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുന്നത് ഒരിക്കലും നമ്മുടെ സൗഭാഗ്യത്തിന് വേണ്ടിയാവരുത്. ചിലരെങ്കിലും പേരിനും പ്രശസ്തിക്കും വേണ്ടി സഹായഹസ്തങ്ങൾ നീട്ടാറുണ്ട്. അതാവരുത് സഹായിക്കുന്നതിനുള്ള പ്രേരകശക്തി. നാം ആരെ സഹായിക്കുന്നുവോ അവരുടെ നന്മ മാത്രമായിരിക്കണം സഹായിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. അവർ എത്രമാത്രം ആവശ്യക്കാരാണെന്നതിൻ്റെയും നമ്മുടെ സഹായം അവർക്ക് എത്രമാത്രം അനിവാര്യമാണെന്നതിൻ്റെയും അടിസ്ഥാനത്തിലാവണം സഹായിക്കുന്നത്. സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി സഹായിക്കുന്നത് പത്രത്തിലോ ടിവിയിലോ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് പോലെയാണ്. ഗുണഭോക്താവിൻ്റെ നന്മയേക്കാൾ സ്വന്തം കാര്യത്തിനാണ് അവിടെ പ്രസക്തി. അത് നമ്മുടെ ഹൃദയത്തിലെ സ്വാർത്ഥതയുടെ ഒരു വെളിപ്പെടുത്തലാണ്.